സണ്ണി ജോസഫ് മന്ത്രിയായി സ്ഥാനമേറ്റെടുത്തുകൂടി ഇനിയിപ്പോൾ ആരാണ് KPCC അധ്യക്ഷൻ എന്നതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ സജീവമായി നിൽക്കുന്ന ഒരു സമയമാണ്. സോഷ്യൽ മീഡിയയും വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലും ഈ വിഷയങ്ങളൊക്കെ തന്നെയും ഉയർന്നു വരുന്നുണ്ട്. ഈ ഘട്ടത്തിൽ താനും അതിന് യോഗ്യനാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ അദ്ദേഹത്തിൻ്റെ നിലപാട് അറിയിച്ചിരിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. നമ്മളിപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞു, മന്ത്രിമാരെ പ്രഖ്യാപിച്ചു, മന്ത്രിസഭ വന്നു. KPCC അധ്യക്ഷൻ ആരാണ് എന്നതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ സജീവമായി നിൽക്കുകയാണ്. നമ്മൾ ആ ഒരു പ്രഖ്യാപനത്തിലേക്ക് പോകാനായിട്ട് വൈകിയിട്ടുണ്ടോ? അല്ല, ഇപ്പോൾ KPCC പ്രസിഡന്റ് സ്ഥാനം മാത്രമല്ലല്ലോ ഒഴിവ് വന്നിട്ടുള്ളത്. ശ്രീ സണ്ണി ജോസഫ് അദ്ദേഹം വിദ്യുച്ഛക്തി മന്ത്രിയായി, ശ്രീ AP അനിൽകുമാർ റവന്യൂ മന്ത്രിയായി, അതുപോലെ തന്നെ ശ്രീ PC വിശ്വനാഥ് ടൂറിസം വകുപ്പ് മന്ത്രിയായി. ഇവർ രണ്ടുപേരും വർക്കിംഗ് പ്രസിഡന്റുമാരാണ്. അപ്പോൾ ഒരു വലിയ വാക്വം പാർട്ടിക്കകത്ത് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്കറിയാം, VM സുധീരൻ KPCC പ്രസിഡന്റ് ആയിരുന്നപ്പോൾ അന്ന് നിയോഗിച്ച ഭാരവാഹികളാണ് 15 കൊല്ലമായി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികൾ തുടരുന്നത്. കുറേ യൂത്ത് കോൺഗ്രസ്സുകാർക്ക് അക്കോമഡേഷൻ കിട്ടി. പക്ഷേ ജില്ലാതലത്തിൽ പ്രവർത്തിക്കുന്ന, സംസ്ഥാന തലത്തിൽ പ്രവർത്തിച്ചിരുന്ന ഒരു പറ്റം യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർ ചില ആളുകളുടെ പിടിവാശി കൊണ്ട് മാത്രം വഴിയാധാരമായി നടക്കുകയാണ്. അവർക്കൊന്നും അക്കോമഡേഷൻ കിട്ടിയിട്ടില്ല. 15 കൊല്ലമായി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായിട്ടിരിക്കുന്ന ആളുകൾ കേവലം രറ്റപ്പാടിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണ്. അവരൊന്നും പാർട്ടി യോഗം വിളിച്ചാലൊന്നും പങ്കെടുക്കാറേയില്ല. അവർക്ക് താല്പര്യമില്ല. ഇനിയിപ്പോൾ ഭരണം വന്നുകൊണ്ട് എല്ലാവർക്കും താല്പര്യം വരാം, അതല്ലല്ലോ നമ്മൾ കാണേണ്ട കാര്യം. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ പാർട്ടിയിലെ 14 ജില്ലകളിലുണ്ട്. അതിൽ ക്രിയാത്മകമായി സക്രിയമായി പ്രവർത്തിക്കാത്ത എല്ലാ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളും അഴിച്ചു പണിയണം. അതുപോലെ തന്നെ KPCCയിലും സമൂലമായ ഒരു അഴിച്ചുപണി അനിവാര്യമാണ്. കാലാകാലങ്ങളിൽ കേരളത്തിൽ കണ്ടുവരുന്നൊരു പ്രവണത എന്ന് പറയുന്നത് ജാതി സമവാക്യങ്ങൾ നോക്കിയിട്ടാണ് പാർലമെൻ്ററി പാർട്ടി നേതാവിനെയും PCC പ്രസിഡന്റിനെയും തീരുമാനിക്കുന്നത്. ഇപ്പോൾ പലരുടെയും ജാതി പേര് വെച്ചാണ് പലരും പല സ്ഥാനങ്ങളിലും വന്നിട്ടുള്ളത്. പക്ഷേ അവരേത് സമുദായത്തിൽപ്പെട്ടവരാണോ, സമൂഹത്തിൽപ്പെട്ടവരാണോ, ആ സമൂഹത്തിൻ്റെ ഒരു അംഗീകാരം അവർക്കില്ല. വെറുതെ ജാതി പേര് വെച്ച് ജാതി സമവാക്യത്തിൻ്റെ പേരിൽ അവരെയൊക്കെ ഭാരവാഹികളായി വെച്ചിരിക്കുകയാണ്. അവരെ കൊണ്ട് പാർട്ടിക്കോ അല്ലെങ്കിൽ സമുദായത്തിനോ യാതൊരു ഗുണവുമില്ല എന്നുള്ളത് തർക്കമറ്റ ഒരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ആവശ്യപ്പെടുന്നത് നമ്മുടെ കോൺഗ്രസിൻ്റെ പൈതൃകം, പാരമ്പര്യം, അതുപോലെ തന്നെ പ്രവർത്തനക്ഷമത, നിലപാടുകളിൽ ഉള്ള വ്യക്തത, അതുപോലെ തന്നെ കാര്യമാത്ര പ്രസക്തമായി പ്രവർത്തിക്കാനുള്ള കഴിവ്, ഇതാണ് മാനദണ്ഡമാക്കേണ്ടത്. അല്ലാതെ ജാതി സമവാക്യത്തിൻ്റെ പേരിൽ ഒരു KPCC പ്രസിഡന്റിനെ വെച്ച് പാർട്ടി ഒരു പരുവായി. അതുകൊണ്ട് ഇനിയുള്ള കാലയളവിൽ ഇത്തരം ചിന്തകൾക്ക് യാതൊരു പ്രസക്തിയുമില്ല. അതുകൊണ്ട് ജാതി സമവാക്യങ്ങൾ മറന്ന് യോഗ്യത മാനദണ്ഡമാക്കി ഒരളവുകോലാക്കി മാറ്റി KPCC പ്രസിഡന്റിനെയും വർക്കിംഗ് പ്രസിഡന്റുമാരെയും നിയോഗിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അങ്ങയുടെ പേര് അതിലേക്ക് സജസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ടല്ലോ. ഇപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ മല്ലികാർജുന ഖാർഗെയ്ക്കും, അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിക്കും, സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാലിനും, കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഞാനൊരു ഇമെയിൽ സന്ദേശം അയച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഇന്ന് ഉയർന്നു വരുന്ന പല പേരുകളിലേക്കാൾ കൂടുതൽ യോഗ്യത ഈ സ്ഥാനത്തിരിക്കാൻ എനിക്കുണ്ട്. അത് കേരളത്തിൽ ആരോട് ചോദിച്ചാലും പറയും. എന്നെ ഇപ്പോൾ ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. 978 തൊട്ട് കേരളത്തിലെ 140 അസംബ്ലി മണ്ഡലങ്ങളിലും 1000-ലധികം പഞ്ചായത്തുകളിലും, അതുപോലെ തന്നെ സംസ്ഥാന തലത്തിലും ഞാൻ മിനിമം 5 പ്രാവശ്യം വെച്ച് ഓരോ പഞ്ചായത്തിൽ പോയിട്ടുണ്ട്. 5 പദയാത്രകൾ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്, കാസർഗോഡ് ട്രിവാൻഡ്രം വരെ. നിരവധി സമരപരിപാടികൾക്ക് ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഞാനൊരു കേരള രാഷ്ട്രീയത്തിലൊരു നിറസാന്നിധ്യമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് വാങ്ങി ജയിച്ച KPCC മെമ്പറാണ്, AICC മെമ്പറാണ്. KSUവിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി ഏറ്റവും ദീർഘകാലം യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്നു, നാഷണൽ കൗൺസിൽ മെമ്പറായിരുന്നു, സേവാൽ ചെയർമാനായിരുന്നു, അഖിലേന്ത്യാ സെക്രട്ടറി ആയിരുന്നു, AICC മെമ്പറാണ്. പിന്നെ അതുകൂടാതെ KPCC സെക്രട്ടറി. 2001 ശേഷം ഈ അടുത്ത കാലത്താണ് എനിക്ക് രാഷ്ട്രീയ കാര്യസമിതിയിൽ ഒരു അംഗമാക്കി തന്നത്. അത് ഏതാണ്ടൊരു മഹാകാര്യം ചെയ്ത പോലെയാണ് എല്ലാവരും പറയുന്നത്. അതുകൊണ്ട് 2001 ശേഷം ഈ പാർട്ടി എനിക്ക് വേണ്ട പരിഗണന തന്നിട്ടില്ല. എന്നെപ്പോലെ സീനിയറായ ഒരാൾ, ഇപ്പോൾ കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് വന്നതുകൊണ്ടാണ് ഞാൻ ഒരു ഇമെയിൽ സന്ദേശം
ഈ നേതാക്കന്മാർക്ക് അയച്ചത് എന്നെ കൂടി ആ സ്ഥാനത്തിന് പരിഗണിക്കണം. ഇപ്പോൾ ചില വാദഗതികൾ ഉയർന്നു വരുന്നുണ്ട്. ഒരാൾക്കൊരു പദവി, ഞാനതിനെ അംഗീകരിക്കുന്നു. നേരത്തെ ഉള്ളതല്ലേ ഒറ്റ പദവി എന്നുള്ളത്? അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു പ്രാദേശിക പാർട്ടിയല്ല, അത് ഇന്ത്യ മൊത്തം വരണമല്ലോ ഒരാൾക്കൊരു പദവി. ഇവിടെ ഇപ്പോൾ കേരളത്തിലെ എം എൽ എമാരെയും എം പിമാരെയും പരിഗണിക്കുന്നില്ല എന്നൊരു തീരുമാനം എടുത്താൽ ഞാൻ അതിനെ സ്വാഗതം ചെയ്യും. പക്ഷേ അവരെയൊക്കെയാണ് പരിഗണിക്കുന്നതെങ്കിൽ അതിനകത്ത് പരിഗണിക്കപ്പെടാൻ ഏറ്റവും അർഹതയുള്ള ഒരാളാണ് ഞാൻ. എന്നെ ഒരു കാരണവശാലും ഒഴിവാക്കാൻ പറ്റില്ല. മാത്രമല്ല, ഇത്തവണ ഞാൻ മത്സരിച്ചുള്ള മണ്ഡലം നിങ്ങൾക്കറിയാം. പണ്ട് എം എ ബേബിയെ തോൽപ്പിച്ച സംഘടനയിൽ ജയിച്ച ഒരാളാണ് ഞാൻ. അതിനുശേഷം പിന്നെ എനിക്ക് തലശ്ശേരി തന്നു. 35 വർഷക്കാലം ജയിക്കാത്ത കാസർഗോഡ് തന്നു. അവിടെ ഞാൻ 40,438 കൊണ്ട് ജയിച്ചു. ആദ്യം ജയിച്ചപ്പോൾ പറഞ്ഞ കൈപ്പിഴ പറ്റിയതെന്ന് പറഞ്ഞു. കൈപ്പിഴ പറ്റിയതാണ്. അത് എന്നെ ഇടിച്ചു താഴ്ത്തുന്നതിന് എല്ലാവർക്കും ഒരു ആനന്ദമാണ്. അതുകൊണ്ടാണല്ലോ കൈപ്പിഴ പറ്റിയത്. രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ മത്സരിക്കാൻ പറയുമോ, ഇത്തവണ അവൻ ജയിക്കത്തേയില്ല, തോറ്റുപോകും. ജവഹർലാൽ നെഹ്റുവിനെ AKG വെല്ലുവിളിച്ച മണ്ഡലത്തിൽ രണ്ടാമത്തെ ഊഴം ഞാൻ 1,640,000 കൊണ്ടാണ് ജയിച്ചത്. ആ വിജയത്തെയൊക്കെ വില കുറച്ച് കാണുകയാണ് പല ആളുകളും. അതുകൊണ്ട് ഇത്തവണ ഞാൻ അസംബ്ലി തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഞാൻ പരസ്യമായി പ്രഖ്യാപിച്ചു, ഇത്തവണ സത്യപ്രതിജ്ഞയ്ക്ക് ഞാൻ പോകുമ്പോൾ 4 MLA-മാരെയും കൊണ്ടേ പോവുള്ളൂ. 91-ന് ശേഷം ഉദുമയിൽ ഇതുവരെ ആരും ജയിച്ചിട്ടില്ല. കെ സുധാകരൻ, മുടിചൂടാ മന്നൻ, തോറ്റ മണ്ഡലമാണ് ഉദുമ. അവിടെ നീലകണ്ഠനെ ഞാൻ MLA ആക്കി, ജനങ്ങളുടെ അനുഗ്രഹം കൊണ്ടാണ്. രണ്ടാമത് സന്ദീപ് വാര്യർ, അയാൾ RSSയിൽ നിന്ന് വന്നതാണ്. അയാളെ ആ മുസ്ലിം കേന്ദ്രമായ മണ്ഡലം ഉണ്ടായതിനു ശേഷം ഇന്ന് വരെ ഇവിടെ കോൺഗ്രസ് ജയിച്ചിട്ടില്ല, UDF ജയിച്ചിട്ടില്ല. തൃക്കരിപ്പൂർ MLA ആക്കി. 4 MLA-മാരെ അല്ല, ഇത്തവണ 5 പേരെയും കൊണ്ട് ഞാൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. പയ്യന്നൂർ എൻ്റെ മണ്ഡലമാണ്, കുഞ്ഞുകൃഷ്ണൻ. ഈ 5 മണ്ഡലത്തിലും 6 മണ്ഡലത്തിലെയും കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാനാണ്. അവിടെ ഞാൻ കേരളത്തിൽ ഒരു സ്റ്റാർ ക്യാമ്പയിനായിട്ട് AICC പ്രഖ്യാപിച്ചിട്ട് ഞാൻ ഒരു സ്ഥലത്തും പോയിട്ടില്ല. ഞാൻ എൻ്റെ പാർലമെൻറ്റ് മണ്ഡലത്തിൽ കിടന്ന് അവിടുത്തെ സ്ഥാനാർത്ഥികൾ ജയിപ്പിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. ഒരു നേതാക്കന്മാരും അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല ദേശീയ തലത്തിൽ. ഞാൻ പറഞ്ഞത്, അപ്പം ഞാൻ അവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരാളാണ്. അപ്പോൾ എന്നെ ഇത്തവണ പരിഗണിക്കണം. മാത്രമല്ല, ഈ സ്ഥാനമാനങ്ങൾ തീരുമാനിക്കുമ്പോൾ ഗ്രൂപ്പ് നോക്കാൻ പാടില്ല. ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഇല്ലാത്തൊരു സംവിധാനമാണെന്നാണല്ലോ ഇപ്പോൾ പറയുന്നത്. ഗ്രൂപ്പ് എന്ന് പറയുന്നത് അയോഗ്യന്മാരുടെ അഭയകേന്ദ്രമാണ്. കാര്യം ഈ ഗ്രൂപ്പ് ഉണ്ടെങ്കിലേ അയോഗ്യതയുള്ള ആളുകൾ കടന്നു വരാൻ പറ്റൂ. യോഗ്യത മാനം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവർക്ക് ആർക്കും വരാൻ പറ്റില്ല. അപ്പോൾ ക്യാബിനറ്റ് രൂപീകരിക്കുമ്പോഴായാലും പാർട്ടിയുടെ നേതൃത്വത്തിലായാലും ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൻ്റെ നേതാക്കന്മാർക്ക് വാഴ്ത്തുപാട്ട് നടത്തിയാൽ കുറേ പേർക്ക് കടന്നു വരാൻ പറ്റും. എന്തായാലും ഞാൻ ആ ഗണത്തിൽപ്പെട്ട ആളല്ല. എനിക്ക് സ്വന്തമായ അഭിപ്രായമുണ്ട്, നിലപാടുണ്ട്. എൻ്റെ കൂറ്, എൻ്റെ വിധേയത്വം കോൺഗ്രസിനോടാണ്, വ്യക്തികളോടല്ല. MP-മാരും MLA-മാരും ഒക്കെ അവരുടെ മണ്ഡലങ്ങൾ നോക്കട്ടെ, ബാക്കിയുള്ളവരെ പരിഗണിക്കണമെന്ന് പറഞ്ഞ് ഫ്ലെക്സ്, സാധാരണ ഇപ്പോൾ ഫ്ലെക്സിലൂടെയാണല്ലോ ഒരു ആശയങ്ങളൊക്കെ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ നിലയ്ക്കുള്ള ഫ്ലെക്സുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങിപ്പോൾ MP കൂടിയാണ്. എൻ്റെ കയ്യിൽ പൈസയില്ല. ഇതെല്ലാം ആരാണോ ഈ ഫ്ലെക്സ് വയ്ക്കുന്നത്, ആരൊക്കെയാണോ KPC പ്രസിഡന്റ് ആകാൻ ആഗ്രഹിക്കുന്നത്, അവരാണ് കാശ് ചിലവാക്കി ഫ്ലെക്സ് വയ്ക്കുന്നത്. അല്ലാതെ അനുയായികൾ ആരും അല്ല ഫ്ലെക്സ് വയ്ക്കുന്നത്. നിങ്ങൾ എവിടെ വേണേലും പരിശോധിച്ചു. മാത്രമല്ല, ഇന്ന് PR വർക്ക് രാഷ്ട്രീയത്തിനൊരു ഭാഗമാണ്. നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ മുമ്പ് എന്തോ ഒരു PR വർക്കായിരുന്നു. സ്വയമാണ് ഓരോരുത്തരും അവരുടെ അപദാനങ്ങൾ വാഴ്ത്താൻ ശ്രമിക്കുന്നത്. ഞാൻ പറഞ്ഞത്, ഒരുപാട് ഫേക്ക് ഐഡികളുണ്ട്. സോഷ്യൽ മീഡിയ എന്നൊക്കെ പറഞ്ഞാൽ ക്രിയേറ്റ് ചെയ്ത കുറേ സംഭവങ്ങളുണ്ട്. അതുകൊണ്ട് പണം ഉണ്ടെങ്കിൽ ഇതിനകത്ത് എന്തു ആകാമെന്നൊരു ധാരണ ഉണ്ട്. പക്ഷേ സോഷ്യൽ മീഡിയ അല്ല ഈ കോൺഗ്രസ്സിലെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. അങ്ങനെ തീരുമാനിക്കുകയാണെങ്കിൽ നമ്മളാരും പ്രതീക്ഷിക്കാത്ത പലരും കയറി വരും, മനസ്സിലായില്ല. അതുകൊണ്ട് ഈ PR വർക്ക്, അതുപോലെ പെയ്ഡ് ഇത് വാർത്തകൾ സൃഷ്ടിക്കുക, അതുപോലെ മറ്റ് പ്രചരണ മാധ്യമങ്ങളിലൂടെ ഒരാളെ നേതാവാക്കാനുള്ള ശ്രമം അപലനീയമാണ്. അതുകൊണ്ട് അതൊന്നും ഒരു കാരണവശാലും കേരളത്തിലെ പ്രവർത്തകരുടെ ഇടയ്ക്ക് വില പോകില്ലെന്ന് കഴിഞ്ഞ കാല സംഭവങ്ങൾ തെളിയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഈ PR വർക്ക് കൊണ്ട് ആരെങ്കിലും KPC പ്രസിഡന്റ് ആകാം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലും ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് MP-മാർക്ക് മത്സരിക്കാനായിട്ട് അവസരം കൊടുക്കരുതെന്ന് അസന്നിഗ്ധമായി പറഞ്ഞ ഒരാൾ കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങയുടെ ഒരു നിലപാട് ആ വിഷയത്തിലുണ്ട്. തീർച്ചയായിട്ടും ഞാൻ ആദ്യം തൊട്ട് പറഞ്ഞു.
കാരണം കേരളത്തിലെ കോൺഗ്രസിനകത്ത് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആളില്ലെങ്കിൽ വേണമല്ലോ എം പിമാർക്ക് സീറ്റ് കൊടുക്കാൻ. അപ്പോൾ എം പിമാരെന്തിനാണ് മത്സരിക്കുന്നത്? ഒരു എം പി എന്ന് പറഞ്ഞാൽ 7 MLA ചേരുന്നതാണ്. 7 MLA നേതാവായ ഒരു എം പി ഒരു MLA ആകാൻ ശ്രമിക്കുമ്പോൾ അവർ MLA ആകാനല്ല ആഗ്രഹിക്കുന്നത്, മന്ത്രിയാകാനാണ്. ഇപ്പോൾ രാജാവിനില്ലാത്ത താല്പര്യം രാജ്യകാര്യങ്ങൾ മന്ത്രിക്ക് വന്ന ദുരുദ്ദേശമാണ്. അപ്പോൾ ഒരിക്കൽ അധികാരത്തിൻ്റെ സ്വാദ് ആസ്വദിച്ച ആർക്കും അത് വിട്ടൊഴിഞ്ഞു പോകാൻ ഒരിക്കലും താല്പര്യമില്ല. അതുകൊണ്ടാണ് പലരും എം പി സ്ഥാനത്തിരുന്നുകൊണ്ട് അസംബ്ലി മത്സരിക്കാൻ തീരുമാനിച്ചു. ഞാൻ അക്കാര്യത്തിൽ അതിശക്തമായ ഒരു തീരുമാനം എടുത്തു. ആ തീരുമാനത്തിൽ അവസാന ശ്വാസം വരെ ഞാൻ ഉറച്ചു നിന്നു. ഒന്ന്, ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല, എനിക്ക് മന്ത്രിയാകാൻ താല്പര്യമില്ല. മാത്രമല്ല ഒരു എം പിക്കും മത്സരിക്കാൻ അവസരം കൊടുക്കരുത്, അവരെ ആരെയും മന്ത്രിമാരാക്കരുത്, അവരൊക്കെ അവരുടെ മണ്ഡലം നോക്കട്ടെ. ഇന്ന് ദേശീയ തലത്തിൽ കോൺഗ്രസ് ഏറ്റവും വലിയ വെല്ലുവിളികളെ നേരിടുകയാണ്. ഇപ്പോൾ പാർലമെൻറ്റിൽ നമുക്കറിയാമല്ലോ, വനിതാ ബില്ല് പരാജയപ്പെടുത്തി. ആ പരാജയപ്പെടുത്തിയ ആളുകൾ പരാജയപ്പെട്ടവർ പ്രതികാരവാഞ്ചയോടുകൂടി അടുത്ത ജൂലൈ നടക്കുന്ന സമ്മേളനത്തിൽ ഇത് പാസ്സാക്കാൻ ശ്രമിക്കുകയാണ്. ഇപ്പോൾ DMK നമ്മളോടൊപ്പം ഇല്ല, അതുപോലെ TMC ചിഹ്നഭിന്നമായി BJPയോടൊപ്പമായി, ഉദ്ധവ് താക്കറയുടെ പാർട്ടി പോയി, ഈവൻ മുലയം സിംഗ് യാദവിൻ്റെ പാർട്ടിയിൽ നിന്ന് എം പിമാരെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു, ശരത് പവാറിൻ്റെ പാർട്ടിയും എം പിമാരെ BJP പോകാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഒരു പ്രതികാര മനോഭാവത്തോടു കൂടി നമ്മുടെ പാർലമെൻറ്റിൽ ആ ബില്ല് പാസ്സാക്കാൻ അവർ ശ്രമിക്കുകയാണ്. ആ ശ്രമം വിജയിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ പാർലമെൻറ്റ് സീറ്റുകളുടെ എണ്ണം 856 26 ആയിട്ട് മാറും. കേരളത്തിൽ 30 ആവും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ എം പിമാരുടെ എണ്ണം വെച്ച് തെക്കേ ഇന്ത്യ കൊണ്ട് പിടിച്ചു വയ്ക്കാനാവില്ല. അപ്പോൾ ഒരു 19 വർഷക്കാലം BJPക്ക് ഭരിക്കാൻ ആവശ്യമായ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള രാഷ്ട്രീയ കളികൾ അവരാരംഭിക്കുമ്പോൾ അപ്പോൾ എം പിമാരുടെ വിലയും നിലയും 10 മടങ്ങ് വർദ്ധിച്ചിരിക്കുകയാണ്. അവരിങ്ങനെ MLA മാരായി സംസ്ഥാന മന്ത്രിമാരായി പോയാൽ അവരൊക്കെ രാജിവെക്കുന്ന സ്ഥലത്ത് വീണ്ടും ഇലക്ഷൻ വരണം. നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ നമ്മളിപ്പോൾ അതിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ വലിയൊരു മേൽക്കോയ്മയോടുകൂടി തന്നെയാണ്, അല്ലെങ്കിൽ വലിയൊരു മുന്നേറ്റം നടത്തിക്കൊണ്ട് തന്നെയാണ്. 102 സീറ്റ് എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. അപ്പോൾ ആ വലിയൊരു മാൻഡേറ്റിൽ നമ്മൾ ജയിച്ച് കയറിയെങ്കിൽ പോലും കൂടെ CPM 10 വർഷത്തെ ഭരണം, അതിനുശേഷം അവർ ഭരണത്തിൽ നിന്ന് പുറത്തു പോയെങ്കിൽ അവരുടെ സംഘടനാ സംവിധാനത്തിൽ അത് കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായും കോൺഗ്രസ് അധികാരത്തിലുണ്ടെങ്കിലും ആ സംഘടനാ സംവിധാനം കുറെ കൂടെ മെച്ചപ്പെടുത്തേണ്ട ഒരു സാഹചര്യം കൂടിയല്ലേ? യഥാർത്ഥ കമ്മ്യൂണിസത്തിൽ വിശ്വസിക്കുന്ന യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരെന്ന് അച്യുതാനന്ദൻ പറയത്തില്ല, ആ കമ്മ്യൂണിസ്റ്റുകാർ ഇന്നത്തെ നേതൃത്വത്തിൻ്റെ പോക്കിൽ മനം നൊന്ത് UDFന് അനുകൂലമായിട്ട് വോട്ട് ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ ആ തെരഞ്ഞെടുപ്പിൽ വളരെ അസന്നിഗ്ധമായി പറഞ്ഞു 110 സീറ്റ് വരെ കിട്ടും, 111 വരെ. അതിൽ 5-6 സീറ്റ് തോറ്റൊക്കെ 500-നും 1000-നും ഇടയ്ക്കാണ് അല്ലേ? അതുകൂടെ കിട്ടിയിരുന്നെങ്കിൽ 111 ആയേനെ. അപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി അധികാരത്തിൽ നിന്ന് പുറത്തു പോയെങ്കിലും അവരുടെ സംഘടനാ സംവിധാനം അതേപടി നിലനിൽക്കുകയാണ്. പാർട്ടി പ്രവർത്തകർക്ക് അസ്വസ്ഥതയുണ്ട്, അസംതൃപ്തിയുണ്ട്, അതൊക്കെ നാളുകളിൽ മാറ്റിയെടുക്കാവുന്നേ ഉള്ളൂ. പക്ഷേ സംഘടനാ സംവിധാനം അതിശക്തമാണെന്നുള്ളതിൻ്റെ തെളിവാണ് വീണ വിജയൻ്റെ പേരിൽ ED റെയ്ഡ് നടത്തിയപ്പോൾ മിനിറ്റുകൾക്കകം EDയെ തച്ച് തകർക്കാനും തല്ലിപ്പൊളിക്കാനും ഒക്കെ അവർ തയ്യാറായി. എത്ര നേതാക്കന്മാർ മുൻപന്തിയിൽ നിന്നു. അപ്പോൾ അവരുടെ സംഘടനയെ വെല്ലുവിളിക്കാനുള്ള സംഘടനാ ശേഷിയും പാഠവും കോൺഗ്രസ്സിനില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വളരെ കൊള്ളാവുന്നൊരു KPC പ്രസിഡന്റ് വരുന്നില്ലെങ്കിൽ ഇനി അങ്ങോട്ട് സമരങ്ങളുടെ ഒരു വേലിയേറ്റ്. 1 മാസമേ ഉള്ളൂ, അതിനു മുമ്പ് സമരം ആരംഭിച്ചു കഴിഞ്ഞു. ഇനി 365 ദിവസങ്ങളിൽ 30 ദിവസമേ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പം ഇനി അങ്ങോട്ട് സമരങ്ങളുടെ ഒരു വേലിയേറ്റം തന്നെ ഉണ്ടാകുമ്പോൾ ആ സമരങ്ങളിൽ നിന്ന് കോൺഗ്രസ്സിന് സംരക്ഷണം ഒരുക്കാൻ നമുക്ക് കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയണം. നമ്മൾ പ്രതിരോധം സൃഷ്ടിക്കുക മാത്രമല്ല, പ്രത്യാക്രമണം നടത്തി അവരെ കീഴ്പ്പെടുത്തണമെങ്കിൽ കേരളത്തിലെ മുഴുവൻ ജില്ലകളിലെയും കോൺഗ്രസ് പ്രവർത്തകരെ അറിയാവുന്നൊരു നേതൃത്വത്തോടെ വരണം. 140 അസംബ്ലി മണ്ഡലങ്ങളിലും അല്ല ഏതെങ്കിലും ഒരു ജില്ലയിൽ പ്രവർത്തിച്ചതിൻ്റെ പേരും പറഞ്ഞ് KPC പ്രസിഡന്റ് ആകുമെന്ന അവർക്കൊന്നും ഇതിനെ കൊണ്ടുനടക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ കഴിഞ്ഞ 78 തൊട്ട് കേരളം മൊത്തം സഞ്ചരിക്കുന്ന ഒരാളാണ്. ഓരോ പ്രവർത്തകൻ്റെയും പേരെടുത്ത് വിളിക്കാൻ കഴിയുന്നൊരു
കോൺഗ്രസ് നേതാവാണ്. അങ്ങ് ഇത്തരത്തിൽ വിഷയങ്ങളെല്ലാം വളരെ തുറന്ന് ഈ ഒരു തരത്തിൽ പറഞ്ഞ വിമർശനാത്മകതയോടുകൂടി അങ്ങ് സംസാരിക്കുന്നുണ്ട്. അത് ശരിക്കും ഒരു തിരിച്ചടിയാവും ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും. അല്ല, തുമ്മിയാ തെറിക്കുന്ന മൂക്കാണെങ്കിൽ ചുമ്മാ തെറിച്ചു പോട്ടെ എന്നുള്ള വിചാരിക്കുന്ന ആളാണ്. ഇപ്പം ഞാനൊരു കാര്യം പറയാം. ഞാനിപ്പോൾ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരു ഇമെയിൽ സന്ദേശം കൊടുത്തു. ഇനി നാളെ തൊട്ട് എന്നെ ആക്രമിക്കലാണ് ഈ സോഷ്യൽ മീഡിയ ജോലി. എന്നെ അപമാനിക്കുക, അവഹേളിക്കുക, എന്നെ അപകീർത്തിപ്പെടുത്തുക, എൻ്റെ മനോവീര്യം തകർത്ത് എന്നെ പിന്മാറ്റുക. അത് പുറത്തുനിന്നുള്ളവരല്ല, ഉള്ളിൽ ഇവരാരെങ്കിലും ഈ സോഷ്യൽ മീഡിയയിൽ എന്നെ ആക്രമിക്കുന്ന ഏതെങ്കിലും ഒരുത്തൻ ഉമ്മൻചാണ്ടിയെ തെരുവിലിട്ട് വളഞ്ഞാക്രമിച്ചപ്പോൾ ഏതെങ്കിലും ഒരുത്തനെ നിങ്ങൾ കണ്ടോ? അന്ന് ഞാൻ ഒറ്റയ്ക്കാണ് കേരളത്തിലെ മുഴുവൻ ചാനലുകളിലും, ചാനൽ ടു ചാനൽ ഓട്ടുമായിരുന്നു. ആ വിഴുപ്പ് ഭാണ്ഡം മൊത്തം ചുമന്ന് ഞാനാണ് സോളാർ കേസിൻ്റെ സമയത്ത്. നിങ്ങൾക്കറിയാമല്ലോ. ഇവരൊന്നും അന്നില്ല. ഇവരൊക്കെ ഭാഗ്യാന്വേഷികളാണ്, ഇവരൊക്കെ അവസരവാദികളാണ്. ഇവരെല്ലാം ഈ പറഞ്ഞ കണക്ക് എന്തെങ്കിലുമൊക്കെ തട്ടിയെടുക്കാൻ വേണ്ടി ഓരോരുത്തരെ വാഴ്ത്തുപാട്ടുകാരായി മാറിയിരിക്കുകയാണ്, സ്തുതിപാഠകന്മാരായി മാറിയിരിക്കുകയാണ്. അപ്പോൾ എന്നെ ആക്രമിക്കാൻ വരുന്ന ഏതെങ്കിലും ഒരുത്തൻ BJP ആക്രമിക്കുന്നതായിട്ട് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കുമോ? മാർക്സിസ്റ്റ് പാർട്ടി ആക്രമിക്കുന്നതായിട്ട് ചൂണ്ടിക്കാണിക്കുമോ? ഇതിനകത്ത് കോൺഗ്രസ്സിനകത്ത് കൊള്ളാവുന്ന ഒരുത്തനൻ വരാൻ ഇവർ സമ്മതിക്കത്തില്ല. ഇതൊരു കോക്കസാണ്. ഈ കോക്രോച്ച് എന്ന് പറയുന്ന കണക്ക് ഇതും ഒരു സംവിധാനമാണ്. ഈ സംവിധാനത്തിനകത്ത് ഒരാൾ വരാൻ ഇവർ സമ്മതിക്കത്തില്ല. അത് ഞാൻ പറഞ്ഞല്ലോ, ഇന്നത്തെ ആധുനികമായ പ്രവണതകൾ എല്ലാം ഉള്ള നേതാക്കന്മാരാണ്. അല്ലാതെ പാരമ്പര്യവും പൈതൃകവും അത് നോക്കിയിട്ടല്ല അവർ വരുന്നത്. അവർക്ക് വന്ന ഉടനെ MLA ആവണം, മന്ത്രിയാവണം, പാർലമെൻറ്റ് അംഗമാകണം. ഞാനൊക്കെ എത്ര കൊല്ലം പരിശ്രമിച്ചു. 1968 ഞാൻ കോൺഗ്രസ് മെമ്പർഷിപ്പ് എടുത്തവനാണ്. എനിക്ക് 2019 പാർലമെൻറ്റിൽ മത്സരിക്കാൻ അവസരം കിട്ടിയത്. 2009 അസംബ്ലി മത്സരിക്കാൻ തലശ്ശേരി തന്നത്. ഇവരൊക്കെ ജയിക്കുന്ന സീറ്റിലേ മത്സരിക്കൂ, തോക്കുന്ന സീറ്റിൽ മത്സരിക്കില്ല. കാര്യം സ്വന്തം ജില്ലയിലല്ല ഇവർ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നത്, അന്യ ജില്ലയിലാണ്. ഞാൻ എൻ്റെ ജില്ലയാണ് ചോദിച്ചത്. എനിക്ക് തന്നത് ഭാരതപ്പുഴയ്ക്ക് അപ്പുറത്തോട്ട് ഞാനില്ലെന്ന് എപ്പോഴും പറയാറുണ്ട്. പക്ഷേ ഗതികേട് കൊണ്ടാണ് നമ്മളവിടെ പോയതും മത്സരിച്ചതും. അവിടുത്തെ ജനങ്ങളുടെ ഔദാര്യം കൊണ്ടാണ് ഞാനിപ്പോൾ MP ആയിരിക്കുന്നത് 2 പ്രാവശ്യമായിട്ട്. അതുകൊണ്ട് ഇവരൊക്കെ ഭാഗ്യാന്വേഷികളും സ്തുതിപാഠകന്മാരുമാണ്. ഇവർക്കാർക്കും ഇവരുടെ ജന്മനാട്ടിൽ ഒരു പേരുമില്ല. ഇവരൊക്കെ വല്ലഭ പാർട്ടി നേതാക്കന്മാരും പ്രവർത്തകരും കഷ്ടപ്പെട്ട് ഒരു കോൺഗ്രസ് തന്നെ ജയിപ്പിക്കാൻ ഉതകുന്ന തരത്തിൽ ആക്കിയെടുക്കുന്ന ഒരു മണ്ഡലത്തിലേ ഇവർ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഇത്തവണത്തെ വിജയമൊന്നും നിങ്ങൾ ശാശ്വതമായി കാണണ്ട. ഇത് ഒരു മലവെള്ളപ്പാച്ചിലായിരുന്നു ഈ തെരഞ്ഞെടുപ്പ്. ആ മലവെള്ളപ്പാച്ചിലിൽ ഈട്ടിത്തടി എന്നാൽ അത് കടപുഴകി പോയിട്ടുണ്ട്. ഇത്തവണ ജയിച്ചവരൊന്നും അടുത്ത തവണ ജയിക്കണമെന്നില്ല. അതുകൊണ്ട് സംഘടന ശക്തിപ്പെട്ടെങ്കിലേ ഈ അടുത്ത തവണ നമുക്ക് പിടിച്ചു നിൽക്കാനാകൂ. അതുകൊണ്ട് ഒരുപാട് പ്രതിസന്ധികളിലേക്കാണ് കേന്ദ്രം, സംസ്ഥാന ഗവൺമെൻറ് പിടിമുറുക്കാൻ പോകുന്നു. പ്രതിപക്ഷം സമരം ആരംഭിക്കാൻ പോകുന്നു. അപ്പോൾ ഇന്നത്തെ കാലത്ത് ചാനലുകളും സോഷ്യൽ മീഡിയയൊക്കെ ഈ വാർത്തകൾ പ്രചരിപ്പിക്കുമ്പോൾ കോൺഗ്രസ്സിന് സുശക്തമായൊരു നേതൃത്വം ഇല്ലെങ്കിൽ പിടിച്ചു നിൽക്കാനാവില്ല. ഈ സമ്പൂർണ്ണമായിട്ടുള്ള ഒരു പുനഃസംഘടനയാണോ ശരിക്കും അങ്ങ് ഉദ്ദേശിക്കുന്നത്? അത് ഈ സ്ഥാനത്തേക്ക് മാത്രമല്ലല്ലോ, അങ്ങ് നേരത്തെ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ വിവിധങ്ങളായിട്ടുള്ള സ്ഥാനത്തുണ്ടായിരുന്ന ആളുകളൊക്കെ തന്നെ ഈ മന്ത്രിസഭയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായി ഒരു സമ്പൂർണ്ണമായിട്ട് പുനഃസംഘടന ആവശ്യമായ സമയമല്ലേ? നിങ്ങൾ കഴിഞ്ഞ തവണത്തെ KPC പ്രസിഡന്റിനെയും വർക്കിംഗ് പ്രസിഡന്റുമാരെയും മറ്റുള്ളവരുടെയൊക്കെ നോമിനേഷൻ ഒന്ന് പരിശോധിച്ചാൽ അറിയാം. ഇതെല്ലാം ജാതി സമവാക്യങ്ങൾ നോക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ വെച്ചവർക്ക് ആർക്കെങ്കിലും അവരുടെ സ്വന്തം സമുദായത്തിൽ എന്തെങ്കിലും ഒരു അംഗീകാരമുണ്ടോ? ഒന്ന് പറയട്ടെ. ഞാൻ വെല്ലുവിളിക്കുകയാണ്, ഞാൻ തെളിയിച്ചു തരാം. ഈ വെച്ച ഒരാളിനും അവരുടെ സമുദായത്തിൽ യാതൊരു സ്വാധീനവും ഇല്ല. പക്ഷേ നമ്മുടെ പാർട്ടി വയ്ക്കുമ്പോൾ അത് നോക്കിയിട്ടാണ് വയ്ക്കുന്നത്. മനസ്സിലായില്ലയോ? ഒരാൾ ക്രിസ്ത്യാനിയാവണം, ഒരാൾ നായരാവണം, ഒരാൾ ഈഴവനാകണം. അങ്ങനെ ഓരോരോ സമുദായങ്ങളെ പ്രീതിപ്പെടുത്താൻ. അതാ ഞാൻ പറഞ്ഞ ജാതി സമവാക്യങ്ങൾ നോക്കുമ്പോൾ ഇവർക്കാർക്കും ആ സമുദായത്തിൽ യാതൊരു പ്രസക്തിയില്ല. ആ സമുദായത്തിൻ്റെ പേര് പറഞ്ഞ് തൻ്റെ പേര് ആ ജാതി പേരായതുകൊണ്ടാണ് ഇവരൊക്കെ രക്ഷപ്പെടുന്നത്. അത് മാറണം, അത് മാറ്റണം, മാറ്റിമറിക്കണം. എന്നാലേ നമ്മൾ കേരളത്തിൽ കോൺഗ്രസ് ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇത്തവണ ജാതി സമവാക്യങ്ങൾ മാറ്റി നിർത്തി ഇപ്പം എന്താ ഈ ജാതി സമവാക്യം വരുമ്പോൾ യോഗ്യതയുള്ള പലരും തടയപ്പെടുകയാണ്. ക്യാബിനറ്റിൽ തടയപ്പെടുന്നു, അതുപോലെ തന്നെ സംഘടനയെ തടയപ്പെടുന്നു. യോഗ്യതയുള്ള ആരെ വേണേലും വെച്ചോട്ടെ. ജാതി സമവാക്യങ്ങൾ നോക്കി വയ്ക്കാൻ പറ്റില്ല, പാടില്ല. അപ്പോൾ ഈ
കോൺഗ്രസിന് കൃത്യമായ രീതിയിൽ സംസ്ഥാനത്തൊരു സുശക്തമായിട്ടുള്ളൊരു നേതൃത്വം ഉണ്ടാവേണ്ടത് അനിവാര്യതയാണ്. കാരണം ഇനി വരാനിരിക്കുന്നത് ഭരണപക്ഷത്തിരിക്കുമ്പോഴും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളെ നേരിടേണ്ട സാഹചര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാകും. അത് സ്വാഭാവികമായും ഇത്തരത്തിൽ പുതിയൊരു നേതൃത്വം വരുമ്പോൾ അത് ഇതുവരെ കണ്ടതുപോലെയല്ല.